ഒരു സെക്കൻഡിൽ 200 തവണയാണ് തേനീച്ച അതിന്റെ ചിറകടിക്കുന്നത്. 17 km/h ശരാശരി വേഗതയുള്ള തേനീച്ച 6 ടീസ്പൂൺ തേൻ ശേഖരിക്കാൻ 1600 പ്രാവശ്യം തന്റെ കൂട് വിട്ടിറങ്ങി യാത്ര നടത്തുന്നുണ്ടെന്നതാണ് കണക്ക്. 450 ഗ്രാം തേൻ നിർമ്മിക്കാൻ ഒരു തേനീച്ച ഈ ഭൂമിയെ 1.5 തവണ വലയം വെക്കുന്ന അത്രയും ദൂരം പറക്കണം. വിശുദ്ധ ഖുർആനിൽ ധാരാളം ജീവികളെ കുറിച്ച് അള്ളാഹു പറയുന്നുണ്ട്. എന്നാൽ അവയിൽ നിന്നെല്ലാം വ്യത്യസ്തമായി തേനീച്ചയെ കുറിച്ച് മാത്രമാണ് ഔഹ അഥവാ അതിന് വഹീ ബോധനം നൽകി എന്ന വാക്ക് ഉപയോഗിച്ചത്. എന്തുകൊണ്ടായിരിക്കാം ഖുർആൻ അങ്ങനെ പറഞ്ഞത്? മനുഷ്യ ജീവിതവുമായി അത്രയേറെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാം, സസ്യങ്ങൾ തമ്മിൽ പരാഗണം നടത്തിയിട്ടാണ് അത് പൂക്കുന്നതും ഫലങ്ങൾ കായ്ക്കുന്നതും. ലോകത്തെ 90% വരുന്ന സസ്യവൃക്ഷ ലതാദികൾ തമ്മിലുള്ള പരാഗണം നടത്തുന്നതിന് പിന്നിൽ തേനീച്ചയാണെന്ന് പഠനങ്ങൾ പറയുന്നു. നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളുടെ 1/3 ഭാഗം ഉൽപ്പാദിക്കാൻ സഹായിക്കുന്നത് പോലും തേനീച്ചകളാണ്. ഇത് മനുഷ്യർക്ക് മാത്രമല്ല, ഈ ഭൂമിയിലെ ഓരോ സസ്യവും അടുത്ത തലമുറ സൃഷ്ടിക്കുന്നതും ഇത്തരം പരാഗണത്തിലൂടെയാണ്. അതുകൊണ്ട് ഇത് ഇതര ജീവജാലങ്ങൾക്കും നമ്മുടെ ശുദ്ധവായു നിലനിർത്താനും വരെ സഹായിക്കുന്നു. സുബ്ഹാനല്ലാഹ്. ഇതുപോലെ വൈദ്യമേഖലയിൽ തേനിനെ കുറിച്ച് അധികം പറയേണ്ടതില്ലല്ലോ. ഖുർആൻ ബോധനം നൽകി മലകളിലും മരങ്ങളിലും കൂടുകെട്ടാൻ പറഞ്ഞ ശേഷം വമിമ്മാ യഅരിശൂൻ, മനുഷ്യർ കെട്ടിയുയർത്തുന്നതിലും കൂടുകൂട്ടണമെന്ന് കാണാം. ആ വാക്കിന്റെ ശക്തി നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ. തേനീച്ചയോട് മനുഷ്യർ ഒരുക്കി വെക്കുന്ന സ്ഥലത്ത് കൂടുകൂട്ടാൻ മനുഷ്യൻ അതിനെ റബ്ബ് ഇണക്കി കൊടുക്കുകയാണ്. ഇന്ന് ലോകത്ത് ഒരു വർഷം ഉൽപ്പാദിക്കപ്പെടുന്ന തേനിന്റെ അളവ് എന്ന് പറഞ്ഞാൽ ഏകദേശം 1.83 മില്യൺ മെട്രിക് ടൺസ് ആണ്, അഥവാ 18 കോടി കിലോഗ്രാം ആണ്. ഇതിലധികവും മനുഷ്യർ കൃഷി ചെയ്തുണ്ടാക്കുന്നതാണ്. സുബ്ഹാനല്ലാഹ്. തേനീച്ചയിലെ പെൺവർഗമാണ് കൂടുണ്ടാക്കുന്നതും അവരാണ് അവിടെ ജോലികൾ ചെയ്യുന്നത് എല്ലാം ഖുർആൻ എടുത്തു പറഞ്ഞത് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു. ഏകദേശം 350 വർഷങ്ങൾക്ക് മുന്നേ ഡച്ച് ജീവശാസ്ത്രജ്ഞനായ ജാൻ സ്വമ്മർഡാമാണ് ഈ സംഭവം കണ്ടുപിടിക്കുന്നത്. എന്നാൽ 1400 വർഷം മുന്നേ ഖുർആനിൽ ഈ സംഭവം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നോക്കൂ, അതേ ആയത്തിൽ തന്നെ യഖ്റുജു മിൻ ബുതൂനിഹാ ശറാബും മുഖ്തലിഫുൻ അൽവാനുഹു, ഇവിടെ ബുതൂനിഹ അവയുടെ വയറുകളിൽ നിന്നുള്ള എന്നാണ് ഖുർആൻ പ്രയോഗിച്ചത്. ബത്ന് എന്ന വാക്കിന്റെ ബഹുവചനമാണല്ലോ ബുത്തൂൻ എന്നത്. ആധുനിക പഠനങ്ങൾ പറയുന്നു തേനീച്ചകൾക്ക് 2 വയറുകൾ ഉണ്ട് എന്നതാണ്. ഒന്ന് ഭക്ഷിക്കാനും മറ്റൊന്ന് തേൻ ശേഖരിച്ചു വെക്കാനും. തീർന്നില്ല, മുഖ്തലിഫുൻ അൽവാനുഹു, വിവിധ വർണ്ണത്തിലുള്ള പാനീയമെന്ന് ഖുർആൻ പറയുന്നത് അതേ ആയത്തിൽ തന്നെ കാണാം. വിവിധ നിറങ്ങളിലായി 300-ലധികം വ്യത്യസ്ത തേനുകളുണ്ടെന്ന് ആധുനിക പഠനങ്ങൾ പറയുന്നുണ്ട്. ചെറിയ ജീവിയെക്കുറിച്ച് അതിന്റെ അത്ഭുതമായ സൃഷ്ടിപ്പ്, അള്ളാഹുവിന്റെ അപാരമായ കഴിവ് ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. അസ്സലാമു അലൈക്കും.